ഹായ് ഡിയേഴ്സ്. ഇന്ന് ശിവരാത്രിയാണല്ലോ. രാവിലെ ഏറ്റപ്പോൾ അമ്മയോട് ചോദിച്ചു എന്താ കഴിക്കാനെന്ന്. അമ്മ പറഞ്ഞു പുട്ടാണെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് തള്ളാൻ വയ്യ എന്ന് പറഞ്ഞ് പിന്നെ ഒന്നും നോക്കിയില്ല. പറമ്പിലിറങ്ങി. പറിക്കാൻ പാകമായ പപ്പായയുണ്ട്. പിന്നെ പോയി കപ്പ പറിച്ചു, വെട്ടി നുറുക്കി. അതിനിടെ പോയി ഒന്ന് കുളിച്ചു. നോൽമ്പാണല്ലോ. ഉപവാസം എടുക്കണമെന്നായിരുന്നു ആഗ്രഹിച്ചത്. പക്ഷേ പന്തം വീശലുള്ളതുകൊണ്ട് ഉപവസിക്കാൻ വയ്യ. നല്ല ക്ഷീണമാവും. ഇക്കുറി ഒരിക്കലെടുക്കാം എന്ന് കരുതി. രണ്ടാഴ്ചയിൽ മേലെ നോൽമ്പെടുക്കാൻ തുടങ്ങിയിട്ട്. കൊടിയേറ്റത്തിൻ്റെ അന്ന് മുതൽക്ക് നോൽമ്പാണ്. 7 ദിവസത്തെ നോൽമ്പെടുത്തിട്ടാണ് കൊടിയേറ്റത്തിന് പോയത്. അതിനുശേഷം ശിവരാത്രിക്കുള്ള നോൽമ്പ്. അങ്ങനെ ഈ മാസം മൊത്തം നോൽമ്പ് തന്നെയാണ്. പന്തം വീശൽ കഴിയുമ്പോൾ തന്നെ നല്ല ക്ഷീണമായിരിക്കും. പോരാത്തതിന് നല്ല ചൂടുള്ള ക്ലൈമറ്റും. എന്താവും എന്നറിയില്ല. അതിനിടയ്ക്ക് കപ്പയെല്ലാം വെട്ടി കഴുകി വൃത്തിയാക്കി അടുപ്പിൽ വെച്ചു. ഒരു ചമ്മന്തി ഉണ്ടാക്കി കഴിച്ചു. നല്ല എരിവുള്ള കാന്താരിയും തേങ്ങയും ചേർത്തിട്ട് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കി. അടിപൊളിയാണ്. കഴിക്കാൻ തോന്നും. പിന്നെയും കഴിക്കാൻ തോന്നും. അത്രയ്ക്കും ടേസ്റ്റ് ആയിരുന്നു. കപ്പ വേവിച്ചെടുത്ത് അതിനെയും വെറുതെ വിട്ടില്ല. നന്നായിട്ട് ഉള്ളിയും കറിവേപ്പിലയും മുളകും ഒക്കെ ചേർത്ത് വറവിൽ ഇട്ട് ആ വെളിച്ചെണ്ണയിലേക്ക് ഇങ്ങനെ ഉള്ളിയും മുളകും ഒക്കെ ഇങ്ങനെ മുരിഞ്ഞ് കറിവേപ്പിലയൊക്കെ കിടന്ന് അതിനകത്തേക്ക് ഇട്ട് കപ്പ ഇങ്ങനെ ഇളക്കിയെടുത്ത് അടിപൊളി. വായിൽ വെള്ളം മൂറും. നല്ല കപ്പയായിരുന്നു. തേൻ പോലെയുള്ള കപ്പ. അങ്ങനെ കപ്പയും കഴിച്ച് നേരെ വിട്ടു. വണ്ടി എടുത്ത് പെരുമണ്ണ പോയി. പെരുമണ്ണ അക്കരക്കാവ് ഉത്സവമാണെന്ന്. അവിടെ പോയി ദേവീനെ കണ്ടു, പ്രാർത്ഥിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. കുറച്ച് സമയം അമ്പലത്തിൽ അവിടെ ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. അങ്ങനെ നല്ല രസമാണ് അക്കരക്കാവില്. ഒരു പ്രത്യേക വൈബാട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ആ അമ്പലത്തിൽ പോയിട്ടുള്ളത്. ഒരുപാട് കോമരങ്ങളുണ്ട് അവിടെ. ശിവരാത്രി ആയിട്ട് ദേവിയെ മാത്രം കണ്ടാൽ പോരല്ലോ, ദേവനെ കാണണ്ടേ. ദേവനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മലയമ്മ ശിവക്ഷേത്രത്തിൽ കയറി. നല്ല തിരക്കാണ്. അന്നദാനത്തിനുള്ള ക്യൂ ആണ് ആ കാണുന്നത്. ആ ക്യൂവിൽ ഞാനും കയറി. ഭക്ഷണം വാങ്ങി കഴിച്ചു. അടിപൊളിയായിരുന്നു ഭക്ഷണം. അത് കഴിഞ്ഞ് നേരെ വീട്ടിലെത്തി കുറച്ച് സമയം റെസ്റ്റ് എടുത്തു. വൈകുന്നേരം പന്തം വീശാൻ പോവാനുള്ളതാണ്. തൃക്കടവണ്ണ അമ്പലത്തിലാണ്. അങ്ങനെ ഇന്നത്തെ ദിവസം ഇവിടെ കഴിഞ്ഞു. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. വീണ്ടും കാണാം കേട്ടോ.